ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട്, അതായത് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന രാശിക്കാരും നക്ഷത്രക്കാരെയും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യാഴം ഇപ്പോൾ മിഥുനം രാശിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പുണർതം നക്ഷത്രത്തിലാണ്. പുണർതം നക്ഷത്രം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബലം, അതായത് ഉച്ചരാശി ഉച്ചം ചെയ്യുന്ന നക്ഷത്രമാണ്. വ്യാഴം ഉച്ചം ചെയ്യുന്ന നക്ഷത്രമാണ്. 2025 മെയ് മാസം 12-ാം തീയതി ശനി വക്രത്തിൽ പ്രവേശിച്ചിരിക്കുകയായിരുന്നു. അതുമൂലം ചില ആൾക്കാർക്കൊക്കെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും വളരെയധികം ആൾക്കാർക്ക് അത്ര പ്രയോജനം ചെയ്തില്ല എന്ന് പറയുന്നവരും ഉണ്ട്. 2026 മാർച്ച് 11-ാം തീയതി മുതൽ വ്യാഴം വക്രഗതി വിട്ട് നേർരേഖയിൽ സംക്രമണം ചെയ്യുകയാണ്. അത് മിഥുനം രാശിയിലാണ് സംക്രമിക്കുന്നത്. അങ്ങനെ മിഥുനം രാശിയിലൂടെ നേർരേഖയിൽ സംക്രമിക്കുന്ന ഈ കാലം വളരെയധികം അഭിവൃദ്ധികളും നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ഈ വക്രത്തിൻ്റെതായ ദോഷങ്ങളൊക്കെ മാറി കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ലഭിക്കുവാൻ യോഗമുള്ള ഒരു സമയമാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി വരെയാണ് നേർരേഖയിൽ ഈ വ്യാഴഗ്രഹം സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ തൊഴിൽ നേട്ടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾ മാറുക, ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ മാറുക, വിജയങ്ങൾ വന്നു ചേരുക, ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ഓരോ വ്യക്തികളെ സംബന്ധിക്കുന്നിടത്തോളം നേട്ടങ്ങളുണ്ടാകും. അവ ഏതൊക്കെയാണ് എന്ന്, അല്ലെങ്കിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് എന്ന് നമുക്ക് പ്രത്യേകം നോക്കാം. ഒരു നേട്ടവും ഇതുവരെ ലഭിച്ചില്ല എന്ന് പറയുന്നവർക്കും എന്താണ് അവരുടെ ജാതകാൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നറിയുവാനായിട്ട് അവരവരുടെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വെച്ചുകൊണ്ട് ദോഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിന് പ്രാർത്ഥനകളോ വഴിപാടുകളോ ശ്രദ്ധകളോ പൂജകളോ ഒക്കെ ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ പുരോഗതി നേടുവാനായിട്ട് സാധിക്കും. അത് ഓരോരുത്തർക്കും പല പ്രശ്നങ്ങളാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകാം, ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് സ്കോർ കിട്ടാതെ വരിക, ടെസ്റ്റുകൾ പാസ്സാകാൻ പറ്റാതെ വരിക, വിവാഹം ആലോചിച്ചിട്ട് നടക്കാതെ വരിക, വീട് പണിയണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ വരിക, കടം ഒരു തരത്തിലും വീടുന്നില്ല, ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരവരുടെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വെച്ചുകൊണ്ട് ജാതകം നോക്കുവാനൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ്. അത് എൻ്റെ വാട്സാപ്പിലേക്ക് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ടെസ്റ്റ് ചെയ്ത് വിവരങ്ങൾ അറിയാവുന്നതാണ്. വ്യാഴത്തിൻ്റെ ഈ നേർരേഖയിലുള്ള സംക്രമണം കൊണ്ട് ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കുന്ന, ദൈവാധീനം വർദ്ധിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് ഏറ്റവും പ്രധാനമായിട്ട്, ഏറ്റവും മനസ്സിൽ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ച് കൊണ്ടു നടക്കുന്ന ഒരു കാര്യമെങ്കിലും സാധിക്കുവാൻ യോഗമുള്ള സമയം തന്നെയാണ്. അതായത് സംസാരങ്ങൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്. അവർക്കും ഒരു കാര്യവും സാധിക്കുന്നില്ലല്ലോ എന്ന് മനസ്സിൽ തോന്നുന്ന സമയം. അങ്ങനെ ഉള്ളവർക്ക് ഈ വ്യാഴത്തിൻ്റെ നേർരേഖയിലുള്ള സംക്രമണം കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുക, അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകുക, ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കുവാൻ സാധിക്കുക, ശത്രുക്കളെ നിഷ്പ്രഭരാക്കുവാൻ സാധിക്കുക, വിജയങ്ങൾ വന്നു ചേരുക, ടെസ്റ്റുകൾ പാസ്സാകുക, ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് ജോലി കരസ്ഥമാക്കുവാൻ സാധിക്കുക, അതുപോലെ തന്നെ ചികിത്സകളൊക്കെ ഫലിക്കുന്നതിനും, കലാകാരന്മാരായിരിക്കുന്നവർക്ക് കലാരംഗവുമായി ബന്ധപ്പെട്ട് ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശ്രേയസ്സും പ്രസിദ്ധിയും വന്നു ചേർന്ന് അംഗീകാരങ്ങൾ വന്നു ചേരുക,
ജോലി ചെയ്യുന്നവർക്ക്, ഏത് ജോലി ചെയ്യുന്നവരായാലും അവർക്ക് തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുന്നതിനും, വിവാഹം ദീർഘനാളുകളായിട്ട് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനും, വിവാഹം നടക്കുന്നതിനും, അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർ പിണങ്ങി നിൽക്കുന്നവരാണ് എങ്കിൽ പോലും സുഖ ജീവിതം നയിക്കുന്നതിനും, ആഡംബര ജീവിതം നയിക്കുന്നതിനും, ഉല്ലാസയാത്ര പോകുന്നതിനും ഒക്കെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. വളരെയധികം വിജയങ്ങൾ വന്നു ചേരുക, ഭൂമി വന്നു ചേരുക, ഗൃഹം വന്നു ചേരുക, വാഹനം വന്നു ചേരുക, അങ്ങനെയൊക്കെ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വന്നു ചേരും. അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുക, അവരൊരാൾ കഴിയാവുന്നത് പോലെ ഒക്കെ ചെയ്യണം. അപ്പോൾ വിജയങ്ങൾ സുനിശ്ചിതമായിട്ടും വന്നു ചേരും. മറ്റൊരു രാശിക്കാരാണ് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർന്നത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്കും അവിടെ ആ നേർരേഖയിൽ സംക്രമണം ചെയ്യുന്നത് മിഥുനം രാശിയിൽ തന്നെയാണ് വ്യാഴം. അത് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപനാണ്, നിവൃത്തി സ്ഥാനത്തിൻ്റെ അധിപനാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ അഭിവൃദ്ധികരമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും, മെച്ചപ്പെടും. അത് ഏതെങ്കിലും തരത്തിലൊക്കെ ദൈവാനുകൂല്യത്തോടുകൂടി തൊഴിൽ പുരോഗതി വന്നു ചേരുക, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ പറ്റുക, പുതിയ ജോലിക്കായിട്ട് പ്രവേശിക്കുക, ഉള്ള ജോലിക്ക് പ്രമോഷൻ കിട്ടുക, പ്രമോഷൻ കിട്ടുന്നതോടൊപ്പം മനസ്സിനിണങ്ങിയ രീതിയിൽ അടുത്തുള്ള സ്ഥലത്തേക്ക് തന്നെ ട്രാൻസ്ഫർ വന്നു ചേരുക, അങ്ങനെയൊക്കെ വന്നു ചേരുവാനും കുടുംബത്തെ സന്തോഷകരമായി ജീവിക്കുവാനും സാധിക്കും. സഹോദര സ്ഥാനീയിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ലഭിക്കുക, സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുക. രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ സാമൂഹിക സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൂർണ്ണമായ ദൈവാധീനമുള്ള സമയം, ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുക, ഗൃഹോപകരണങ്ങൾ വന്നു ചേരുക, ഉല്ലാസയാത്ര പോകുവാൻ സാധിക്കുക, തേജസ്സും ഓജസ്സും വർദ്ധിക്കുന്നതിനും ഉത്തമ സന്താനഭാഗ്യം വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട് ഈ മിഥുനം രാശിക്കാർ. പ്രത്യേകിച്ച് വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വിദേശത്ത് പോയി നല്ല ഒരു ജോലി കരസ്ഥമാക്കുവാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കും. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും പഠിച്ചവരായാലും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരോ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്നവരും ഒക്കെ അനുകൂലമാണ്. കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവർ, വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ അനുകൂലമാണ്. അതുപോലെ തന്നെ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അനുകൂലമായ സമയം. മറ്റൊരു ഏറ്റവും കൂടുതൽ ഈ വ്യാഴത്തിൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം അത് ജൂൺ മാസം 2-ാം തീയതി വരെ ഉണ്ടല്ലോ. അത് മാർച്ച് മാസം 11-ാം തീയതി മുതൽ ആ സംക്രമണം ആരംഭിക്കും 2026. അത് ചിങ്ങം രാശിക്കാർക്കും വളരെ അനുകൂലമാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം 5-ാം ഭാവാധിപത്യം കൊണ്ട് വിവേകബുദ്ധിയുടെയും വിവേചനത്തിൻ്റെയും വിദ്യയുടെയും ഉപരിപഠനത്തിൻ്റെയും ഒക്കെ ഭാവത്തിൻ്റെ ആധിപത്യം കൂടി ഉള്ള ആ വ്യാഴം മിഥുനം രാശിയിൽ അവിടെ ആ 11-ാം ഭാവമാണ്. 11-ാം ഭാവം എന്ന് പറയുമ്പോൾ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഭാവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. അത് വളരെ ദൈവാധീനം കൊണ്ടെത്തരും. ഈ സമയത്തൊക്കെ ഒരു കാര്യവും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, നിങ്ങളുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കൂ. അതിന് എന്തെങ്കിലും ചെറിയ ഒരു പരിഹാരം ചെയ്താൽ നിങ്ങൾക്ക് നല്ല പുരോഗതികൾ വന്നു ചേരും. അതിനായിട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ ഇട്ട് തരികയോ ഒക്കെ ചെയ്താൽ ഓൺലൈനായിട്ടോ നേരിട്ട് വരുന്നതിനും അവസരമുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരുക. ദമ്പതികളായിട്ടുള്ളവർക്ക് പിണങ്ങി നിൽക്കുന്നവർക്കായാൽ പോലും ധാരാളം ആൾക്കാർ ഈ ചിങ്ങം രാശിക്കാർ രാശിയിൽ കേതുവും സപ്തമത്തിൽ രാഹുവും ഒക്കെ സഞ്ചരിക്കുന്ന ഈ സമയത്ത് പിണങ്ങി നിൽക്കുന്ന ധാരാളം ദമ്പതികളും അവർക്കൊക്കെ ഒരുമിച്ച് യോജിപ്പാകുന്നതിനും ദൈവാനുഗ്രഹത്തോടുകൂടി കുടുംബജീവിതം സന്തോഷപ്രദമായിട്ട് മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഒത്ത് ജീവിക്കുന്നതിനും
അത് പ്രായമായവരായാലും ദമ്പതികളായിട്ടുള്ളവർക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും ഉണ്ടാകാം. അതൊക്കെ പരിഹരിക്കപ്പെട്ട് കുടുംബത്തിലേക്ക് വീണ്ടും മഹാലക്ഷ്മി തിരിച്ചു വരികയാണ്. ഭഗവാൻ മഹാലക്ഷ്മിയോടൊപ്പമാണ് വരുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിക്കും. വിജയങ്ങൾ പല രീതിയിൽ വരും. അസുഖങ്ങളൊക്കെ മാറി സന്തോഷത്തോടുകൂടി ആവശ്യത്തിനുള്ള ധനം വന്നു ചേർന്ന് സുഖമായി ജീവിക്കുവാൻ ഉള്ള നേട്ടങ്ങൾ വന്നു ചേരുക. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരുക. പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുക. അതുപോലെ തന്നെ വിവാഹം വന്ന് വാക്കാകുക. അത് പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകാം. അതായത് പ്രണയിച്ച് കുറേ നാൾ കഴിഞ്ഞ് ഏതെങ്കിലും തരത്തിൽ പിണങ്ങി നിൽക്കുന്നവരാണ് എങ്കിലും നിങ്ങൾക്ക് ആ പ്രണയത്തിൻ്റെ പിണക്കമൊക്കെ മാറി വീണ്ടും ഒരു പ്രണയത്തിലേക്ക് വരുന്നതിനും ആ പ്രണയം വിവാഹത്തിൽ കലാശിക്കുകയും സന്തുഷ്ട കുടുംബജീവിതം നയിക്കുവാനൊക്കെ അവസരമുള്ള ഒരു കാലമാണ് ഇത്. അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സാധിക്കും. വിദേശം എന്ന് പറയുമ്പോൾ എല്ലാവരും സാഗരങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതല്ല. സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുവാൻ അനുകൂലമായിരിക്കുന്ന സമയം, ജോലി കിട്ടുക, പഠിക്കാൻ പോവുക, അങ്ങനെയൊക്കെ സാധിക്കും. ഒരു ഗൃഹം വാങ്ങണമെന്ന്, ഭൂമിയും ഗൃഹവും കൂടി വാങ്ങണമെന്ന് ആഗ്രഹിക്കുക, ഗൃഹം പണിയണമെന്ന് ആഗ്രഹിക്കുക, ഉള്ളത് പുതുക്കി പണിയുക, അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ ഈ നേർരേഖയിലുള്ള സംക്രമണം കൊണ്ട് സാധിക്കുക. ഓരോരുത്തരും അവരവരുടേതായ രീതിയിലുള്ള ഭാവനകളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളുമാണ് വിവിധങ്ങളായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക്. എല്ലാം ഞാനിപ്പോൾ എടുത്തു പറയാൻ പറ്റുകയില്ലല്ലോ. വാഹന സംബന്ധമായ കാര്യമായാലും ഷെയർ മാർക്കറ്റിംഗ് ആയാലും മറ്റ് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ളവർ, ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ആർക്കിടെക്റ്റേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നല്ല ഒരു അനുഭവങ്ങൾ കൊണ്ടെത്തും. മറ്റൊരു രാശിക്കാര് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രത്തെ സംബന്ധിക്കുന്നിടത്തോളം വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് നേർരേഖയിൽ സംക്രമണം ചെയ്യുന്നത്. ഭാഗ്യസ്ഥാനം എന്ന് പറയുമ്പോൾ 9ാം ഭാവമാണ്. 9ാം ഭാവാധിപന്റെ സ്ഥിതി കൊണ്ടും അനുകൂലമാണ് ഈ കാലം. അതായത് 2026 മാർച്ച് മാസം 11-ാം തീയതി മുതൽ ആണ് ഇത്. 11-ാം തീയതിയാണ് വ്യാഴം നേർരേഖയിൽ വരും. അതിന് മുൻപ് തന്നെ ഭാഗ്യാവസ്ഥകളൊക്കെ വന്നു തുടങ്ങും ഈ നക്ഷത്രക്കാർക്കൊക്കെ. തൊഴിൽ പുരോഗതികൾ വന്നു ചേരുക, വിജയങ്ങൾ വന്നു ചേരുക, ലീഡ് ചെയ്യുന്ന, അതായത് നേതൃത്വം കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഒരു കുടുംബത്തെ കാര്യങ്ങളായാലും അങ്ങനെ തന്നെയാണ്. കലുഷിതമായി കിടക്കുന്ന കുടുംബത്ത് സന്തോഷം തിരിച്ചു വരുന്നു. സഹോദരസ്ഥാനീയരും മാതാപിതാക്കളും ഒക്കെ ഒത്ത് ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുന്നു. കൃഷി കാര്യങ്ങളായാൽ ചെയ്യുന്നവർക്കും നല്ല രീതിയിൽ കൃഷികൾ ചെയ്യുവാനും നല്ല വിളവുകൾ ലഭിക്കുവാനും വിളകൾക്ക് നല്ല വില ലഭിക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ വസ്ത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്ക്, മറ്റ് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടോ വാഹന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, എക്സ്റ്റീരിയർ ഡിസൈനേഴ്സ്, അങ്ങനെ പ്രത്യേകിച്ച് സൗന്ദര്യവർദ്ധക കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഡോക്ടേഴ്സ് ഉണ്ട് സൗന്ദര്യവർദ്ധകവുമായി ബന്ധപ്പെട്ട്, പ്ലാസ്റ്റിക് സർജറി പോലെയുള്ള സർജറികൾ ചെയ്യുന്നവരെ, മറ്റ് ബ്യൂട്ടീഷ്യന്മാർ, അങ്ങനെ പല ആൾക്കാർക്കും, പല വിധത്തിലുള്ള ആൾക്കാർക്കും ഈ വ്യാഴത്തിൻ്റെ നേർരേഖയിലുള്ള സംക്രമണം കൊണ്ട് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണ്ണമാണ്. വിവാഹം വന്ന് വാക്കാകാനൊക്കെ പല രീതിയിൽ വിവാഹം മുടങ്ങി പോകുന്ന ആൾക്കാർക്ക് വിവാഹ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വന്നു ചേരും. പൊരുത്തം നോക്കുന്നതിനും ഒക്കെ വിശകലനം ചെയ്ത് നോക്കുന്നതിന്, ജാതകം വിശകലനം ചെയ്ത് നോക്കുന്നതിന് ഒക്കെ നേരിട്ട് ബന്ധപ്പെടാനായിട്ട് അവസരമുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഗൃഹം പുതുക്കിപ്പണിയുകയോ പാരമ്പര്യമായിട്ട് കിട്ടാനുള്ള കുടുംബത്തിൽ നിന്ന് ഒരു ഭൂമി വന്നു ചേരുക, ഗൃഹം വന്നു ചേരുക, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഒരു സമ്പത്ത് വന്നു ചേരുക, അങ്ങനെയൊക്കെ ഈ തുലാം രാശിക്കാർക്ക് വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ വന്നു ചേരും. ഞാൻ ഇന്ന് പറയുന്ന ഈ മറ്റ് രാശിക്കാർക്കൊക്കെ എല്ലാവർക്കും ഈ പറയുന്ന നേട്ടങ്ങൾ ഏതെങ്കിലും തരത്തിൽ വന്നു ചേരും. എല്ലാ രാശിക്കാർക്കും എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റാതെ സമയപരിധി ഉള്ളത് കൊണ്ടാണ് ഓരോ രാശിക്കാരെ സൂചിപ്പിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയും. ഇതെല്ലാം നക്ഷത്രക്കാർക്കും ബാധകമായിരിക്കുന്ന കാര്യം തന്നെയാണ് പറയുന്നത്.
മറ്റൊരു രാശി ധനു രാശിയാണ്. ഈ ധനു രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശിയുടെ അധിപനും സുഖസ്ഥാനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന വ്യാഴം നിവൃത്തി സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്, 7ാമിടത്ത്. അത് കാര്യങ്ങൾ സാധിക്കേണ്ട ഭാവമാണ്. പല രീതിയിലുള്ള കാര്യങ്ങൾ സാധിക്കുക. അത് മിഥുനം രാശിയിൽ ഈ മാർച്ച് 11-ാം തീയതി മുതൽ നേർരേഖയിൽ സംക്രമണം ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് വന്നു ചേരുക. അതായത് പ്രഥമമായിട്ട് ആരോഗ്യമാണല്ലോ പ്രധാനം. ആ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നതിനാൽ പല വിധത്തിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതൊക്കെ മാറും. ചികിത്സകളൊക്കെ ഫലിക്കുക, നല്ല ഡോക്ടറെ കണ്ടെത്തുവാൻ സാധിക്കുക. ഇംഗ്ലീഷ് മരുന്ന് ചെയ്തിട്ട് സാധിക്കാത്തത് ചിലപ്പോൾ ആയുർവേദമോ ഹോമിയോപ്പതിയോ ഒക്കെ കൊണ്ട് ചികിത്സകൾ ഫലിക്കുക. അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് ലഭിക്കുക, സുഹൃത്തുക്കളുടെയും സഹോദരസ്ഥാനീയരുടെയും സഹായങ്ങൾ ലഭിക്കുക. പല കാര്യങ്ങൾക്കും ഒരു പ്രവർത്തനത്തിന് ഒരു ധൈര്യക്കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ധൈര്യക്കുറവൊക്കെ മാറി ഉണർന്ന് പ്രവർത്തിക്കുവാൻ, വിവേകബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാൻ, സുഹൃത്തുക്കളുടെയോ മറ്റ് സഹോദരസ്ഥാനീയരുടെയോ കുടുംബാംഗങ്ങളുടെയോ ഒക്കെ ഒരു സപ്പോർട്ട് ലഭിച്ച് പ്രവർത്തിച്ച് മുന്നേറുവാൻ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ, പുതിയ പുതിയ കാര്യങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം. അത് കലാരംഗവുമായി ബന്ധപ്പെട്ടാകാം, കായിക രംഗവുമായി ബന്ധപ്പെട്ടാകാം, സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടാകാം, മെഡിക്കൽ രംഗത്തായാലും അതുപോലെ തന്നെ കെമിക്കൽ ടെക്നോളജി വിഭാഗം, സാങ്കേതികമായിട്ട് അതീവ നിഗൂഢമായ രാസവസ്തുക്കളുടെ പ്രവർത്തനത്തിൻ്റെ ഉപയോഗം സക്സസ് ആയിട്ട് പ്രവർത്തിച്ച് വിജയിപ്പിക്കുവാനൊക്കെ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്ന നേഴ്സുമാരായാലും ഡോക്ടേഴ്സ് ആയാലും മറ്റ് കെമിക്കൽ വിഭാഗങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യുന്ന ലാബറട്ടറികളിൽ ഒക്കെ ചെയ്യുന്നവരെ, വ്യവസായികൾ, പലതരത്തിലുള്ള വ്യവസായങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, പല വസ്തുക്കളും നിർമ്മിക്കുന്ന വ്യവസായങ്ങളുണ്ട്. നിർമ്മാണ രംഗത്ത് പല കെമിക്കലുകളും പ്രയോഗിക്കുക വഴി അതിനിഗൂഢമായ ചില വസ്തുക്കൾ നിർമ്മിച്ചെടുക്കാനൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. കുടുംബത്തെ സമാധാനവും സന്തോഷവും ഐക്യവും ഒക്കെ വളരുന്ന സമയം. ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. നിവൃത്തി സ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ യോഗമുണ്ട്. അത് പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ യോഗമുണ്ട്. വിവാഹം നടക്കുമോ എന്നൊക്കെ ആശങ്കപ്പെട്ടിരുന്ന സ്ത്രീ പുരുഷന്മാർക്ക് പ്രണയത്തിലൂടെ വിവാഹം വന്നു ചേരുക, അങ്ങനെയൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ പുരോഗതികളൊക്കെ വന്നു ചേരുക. ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു ചെറിയ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നു, കുറേ നാൾ കുഴപ്പമില്ലാതെ വന്നതായിരുന്നു, അതിനുശേഷം ഒരു അധപ്പതനം അല്ലെങ്കിൽ വ്യാപാരം നടക്കാതെ വരിക, പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാതെ വരിക. അത് വ്യാപാരവും വിപണനവും കച്ചവടം അതുമാത്രമല്ല, ഏതൊരു രീതിയിലുള്ള സ്ഥാപനമായാലും, അഡ്വർടൈസ്മെൻറ്റ് സ്ഥാപനങ്ങളായാലും മറ്റ് ഏതൊരു രീതിയിലുള്ള സ്ഥാപനങ്ങളൊക്കെ ആയാലും അത് പുരോഗതി പ്രാപിക്കുന്നതിനും പുതിയ മാർഗങ്ങൾ അവലംബിക്കുന്നതിനും ഒക്കെ ബുദ്ധി പ്രവർത്തിക്കുവാനൊക്കെ അവസരം വന്നു ചേരുന്ന ഒരു സമയമാണ് വ്യാഴത്തിൻ്റെ ഈ നേർരേഖയിലുള്ള സംക്രമണം. സർവേശ്വരകാരകനാണ് വ്യാഴം. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പുരോഗതിയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കൂ. അപ്പോൾ അത് നേരായ രീതിയിൽ നിങ്ങൾക്ക് ഒരു വഴിപാടുകളോ പ്രാർത്ഥനകളോ ഒക്കെ ചെയ്ത് പുരോഗതി പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ടെസ്റ്റ് ചെയ്താൽ അതിന് സാധിക്കുന്നതാണ്. മറ്റൊരു രാശിക്കാരാണ് കുംഭം രാശിക്കാർ. കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ദീർഘനാളുകളായിട്ട് കണ്ണീരിലാണ്. കണ്ണീര് എന്ന് പറയുമ്പോൾ ഏത് കാര്യം തൊട്ടാലും പരാജയം വരിക. 7.5 ശനിയാണ്, 7.5 കൊല്ലത്തേതാണ്. ഇപ്പോൾ ഇനി അത് കുറച്ച് കാലം കൂടിയുണ്ട്. അപ്പോൾ അത് ആ കാലത്തേക്ക് ശനി ഭഗവാൻ ഏതെങ്കിലും തരത്തിൽ അനുഗ്രഹിക്കേണ്ട സമയമാണ്. അപ്പോൾ ഈ കുംഭം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം 11-ാം ഭാവം കൊണ്ട് ഉപജയസ്ഥാനാധിപത്യവും അതുപോലെ തന്നെ ധനസ്ഥാനത്തിൻ്റെ ആധിപത്യവും കൂടി വഹിച്ച ആ വ്യാഴമാണ് 5-ാം ഭാവത്തിൽ ത്രികോണഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നേർരേഖയിൽ മാർച്ച് 11-ാം തീയതി മുതൽ സംക്രമിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞല്ലോ, ജൂൺ മാസം 2-ാം തീയതി വരെ ഉണ്ട്. 2026 ജൂൺ മാസം 2-ാം തീയതി വരെ അങ്ങനെ നേർരേഖയിൽ ഈ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന അവസരം കൃത്യമായിട്ട് മനസ്സിനിണങ്ങിയ രീതിയിൽ, അതായത് അവസരങ്ങൾ വന്നു ചേരുന്ന അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കണം.
ഇതുവരെ പരാജയപ്പെട്ടു പോയല്ലോ എന്ന് വിചാരിച്ച് വരുന്ന ഒരവസരം ഇനി വിനിയോഗിക്കുന്നില്ല എന്ന് വിചാരിക്കുവാൻ പാടില്ല. അങ്ങനെയൊക്കെ ചിലർ ചെയ്യാറുണ്ട്. നല്ല അവസരം വന്നിട്ട് ഇത്രയും നാൾ ഞാൻ ചെയ്തത് ഒന്നും വിജയിച്ചില്ല, ഇനി എന്തിനാ ചെയ്യുന്നത്? അങ്ങനെയല്ല. 10 പ്രാവശ്യം പരാജയപ്പെട്ടാലും 11ാമത് വീണ്ടും ശ്രമിക്കുക. അത് വൻ നേട്ടങ്ങളിലും വിജയങ്ങളിലും വന്നു ചേരും. വളരെ ശ്രദ്ധയോടുകൂടി, ക്ഷമയോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടി സംസാരത്തിലെ നയവും കഴിവും ഒക്കെ ഉപയോഗിച്ച് സഹപ്രവർത്തകരെ ആയാലും ഇടപാടുകാരെ ആയാലും സുഹൃത്തുക്കളെ ആയാലും കുടുംബാംഗങ്ങളെയൊക്കെ ആയാലും കൂടെ നിർത്തി വൻ രീതിയിൽ വിജയിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. പെട്ടെന്ന് ഒരു വലിയ വലിയ കോഴ്സുകളൊക്കെ എടുത്തിട്ട് പഠിച്ച് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ പാസ്സാകാതെ കിടന്ന ധാരാളം ആൾക്കാരുണ്ട് ഈ കുംഭൻ രാശിക്കാർ. അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു മാസത്തെ ഒരു കോച്ചിങ് കൂടെ കിട്ടി, ഒരു പരീക്ഷ എഴുതി, ടെസ്റ്റ് എഴുതി പാസ്സായി വിദേശത്ത് പോകുന്നതിനോ സ്വദേശത്ത് തന്നെയോ ഗവൺമെൻറ്റിലോ ഒക്കെ അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരുന്നത് പ്രൊമോഷൻ കിട്ടുന്നതിനും യോഗമുണ്ട്. അത് മനസ്സിലിണങ്ങിയ രീതിയിൽ നമ്മുടെ അടുത്തുള്ള സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫറോടുകൂടിയൊക്കെ കിട്ടുവാനും ഒക്കെ യോഗമുണ്ട്. ദാമ്പത്യ ജീവിതവും പൊതുവെ ഐശ്വര്യപൂർണ്ണമായിരിക്കും. വളരെയധികം സുഹൃത്തുക്കളുടെ നല്ല ഒരു സഹായങ്ങളൊക്കെ ലഭിക്കും. ഭൂമി വന്നു ചേരുക, കൃഷിഭൂമിയിൽ നിന്ന്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ നേട്ടങ്ങളൊക്കെ, ഈ മറ്റ് രാശിക്കാർക്ക് പറഞ്ഞ നേട്ടങ്ങളും ഈ കുംഭം രാശിക്കാർക്ക് യോഗത്തെയും ഭാഗ്യത്തെയും കൊണ്ടെത്തും. അതുപോലെ തന്നെ പ്രയോജനം ചെയ്യുന്ന 2 രാശിക്കാരാണ് മീനം രാശിക്കാരായിരിക്കുന്ന പൂർട്ടാതി 4ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഇവരെ സംബന്ധിക്കുന്നവൻ രാശ്യാധിപനും തൊഴിൽ സ്ഥാനാധിപനുമായിരിക്കുന്ന വ്യാഴം സുഖസ്ഥാനത്ത് സഞ്ചരിക്കും. അതുപോലെ തന്നെ മറ്റൊരു രാശിയാണ് കന്നിരാശി. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന ഈ 2 രാശിക്കാർ, അവർ കോൺ രാശിക്കാരാണ്. ഈ കോൺ രാശിക്കാർക്ക്, ഈ കന്നിരാശിക്കാർക്ക് തൊഴിൽ സ്ഥാനത്ത് ആണ് ഈ വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അത് സുഖസ്ഥാനത്തിൻ്റെയും നിവൃത്തിസ്ഥാനത്തിൻ്റെയും അധിപനാണ്. അത് ഈ 2 രാശിക്കാർക്കും വളരെയധികം ദൈവാധീനം വർദ്ധിക്കുകയും അവരുദ്ദേശിച്ച രീതിയിൽ പല പുരോഗതികൾ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട്. പ്രാർത്ഥനകളും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ കൊണ്ട് പ്രവർത്തിക്കുക. ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും. എന്നിരുന്നാലും വലിയ വലിയ കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുക, അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ സാഹസികമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കണം. അതായത് മീനൻ രാശിക്കാർക്ക് 7ാം ശനിയുണ്ട്. തൊഴിൽ സ്ഥാനത്ത്, കർമ്മസ്ഥാനത്തെ വ്യാഴത്തിന് പകുതി ബലമേ ഉള്ളൂ എന്നും പറയും. അങ്ങനെ നോക്കുമ്പോൾ അത് വളരെ ശ്രദ്ധ ഏതൊരു കാര്യത്തും ആവശ്യമാണ്. എന്നിരുന്നാലും പരാജയങ്ങളൊക്കെ മാറി, ഇതുവരെയുള്ള തടസ്സങ്ങളൊക്കെ മാറി മുൻപോട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ പുരോഗതി വന്നു ചേരുക തന്നെ ചെയ്യും. ഏറ്റവും പ്രധാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക. അവരവരുടെ കാര്യങ്ങൾ അറിയുവാനായിട്ട്, വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വാട്സാപ്പ് ചെയ്താൽ ഞാനതൊക്കെ നോക്കി പറയുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം, ദുഃഖങ്ങളും ദുരിതങ്ങളും എന്തുമാകട്ടെ, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേരും നക്ഷത്രവും ചേർക്കുന്നതോടൊപ്പം ഞാനത് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.